നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാൻ ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തും. ഏതു നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാനും കേന്ദ്രം സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് 2 കശ്മീർ സ്വദേശികളടക്കമുള്ള 6 അംഗ ഭീകര സംഘം. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. ലഷ്കർ ഇ തോയ്ബ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് കണ്ടെത്തൽ. ഭീകരാക്രമണത്തിൽ മരിച്ച 26 പേർക്കും ശ്രീനഗറിൽ അന്തിമോപചാരം അർപ്പിച്ചു. ജമ്മുകാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീനഗർ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് അമിത്ഷാ അന്തിമോപചാരം അർപ്പിച്ചത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിൽ പ്രതിഷേധം ശക്തം. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അധികൃതർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരായ പ്രദേശവാസികളുടെ ആവശ്യം. നിലവിൽ പ്രദേശത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ വർധനയിൽ സംഭവത്തോടെ ഇടിവ് നേരിടുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചിയിലെ നാവികസേനാ ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹം ഡൽഹിയിലെത്തിച്ചു. മൃതദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. വിനയ് നർവാളിന്റെ മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഭീകരാക്രമണത്തിന് ദൃക്സാക്ഷിയായ ഭാര്യ ഹിമാൻഷി. ജയ് ഹിന്ദ് വിളിച്ചായിരുന്നു ഹിമാൻഷി അഭിവാദ്യം ചെയ്തത്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് സുപ്രീം കോടതി. ആക്രമണത്തെ ഭീരുത്വം എന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. കൂട്ടക്കുരുതിയിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫുൾ കോർട്ട് റഫറൻസിൽ കോടതി പ്രമേയം പാസാക്കി. തീവ്രവാദം അഴിച്ചുവിടുന്ന ക്രൂരത ഉദാഹരണമാണ് കൂട്ടക്കൊല. പൗരന്മാർക്ക് നേരെയുണ്ടായ ആക്രമണം മനുഷ്യത്വത്തിനെതിരാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയെ വിരട്ടാമെന്ന് ആരും കരുതേണ്ട. ആക്രമണത്തിന്റെ ആസൂത്രകരെ ഇല്ലാതാക്കും. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിൽ ഭീകരവാദികൾ മതം ചോദിച്ചത് അതീവ ഗൗരവകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത ഭാരതത്തിന്റെ കുതിപ്പിനെ തടയാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഭീകരവാദികൾക്ക് അർഹമായ മറുപടി കൊടുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലോക നേതാക്കൾ. സൗദി കിരീടാവകാശി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സംഭവം അത്യന്തം വേദനാജനകമാണെന്നും ഭീകരവാദത്തിനെതിരെ പോരാടാൻ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നുമാണ് ട്രംപ് തന്റെ ട്വീറ്റിലൂടെ കുറിച്ചത്. ഇന്ത്യ നടപടി കടുപ്പിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ സഹായം എങ്ങനെയാകുമെന്നതാണ് ആകാംക്ഷ. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. ജമ്മു കത്രയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. ഉധംപൂർ, ജമ്മു, കത്ര സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റുകൾ ലഭ്യമാകും. രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നിരിക്കുന്നെന്നും ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അക്രമം ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം കശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണം. കശ്മീരിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ അപലപിച്ചു നടൻ മോഹൻലാൽ. ഭീകരാക്രമണത്തിന്റെ ഇരകളെയോർത്ത് ഹൃദയം വേദനിക്കുന്നുവെന്നും ഈ ക്രൂരതയെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും മോഹൻലാൽ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ഇരുട്ടിന്റെ മുഖത്തു പോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുതെന്നും നടൻ കൂട്ടിച്ചേർത്തു. പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ അപലപിച്ച് നടൻ മമ്മൂട്ടി. തീർത്തും ഹൃദയഭേദകമായ സംഭവങ്ങളാണ് പഹൽഗ്രാമിൽ നടന്നതെന്നും
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ധീരരായ ആത്മാക്കൾക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങളുടെ സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല എന്നാണ് സമൂഹമാധ്യമമായ എക്സിൽ മമ്മൂട്ടി കുറിച്ചത്. കശ്മീർ പഹൽഗ്രാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരത വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. മെഴുകുതിരി തെളിയിച്ച് ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് ആദരവർപ്പിച്ച പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഉറി മേഖലയിൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിടെയാണ് ഭീകരരെ വധിച്ചത്. അതിനിടെ പൂഞ്ചിൽ പാക് സൈന്യത്തിന്റെ പ്രകോപനം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചു. പോപ്പ് ഫ്രാൻസിസ് അവസാനമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. ഭൗതികദേഹം സെന്റ് മാർത്ത ചാപ്പലിൽ നിന്ന് വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹം പേടകം ബസിലിക്ക ഹാളിൽ ദർശനത്തിനായി വെച്ചു. പൊതുദർശനം ആരംഭിച്ചു. ഭൗതികദേഹം കബറടക്കത്തിന് മുമ്പ് ശനിയാഴ്ച വത്തിക്കാൻ ചത്തുരത്തിലേക്ക് മാറ്റും. CPIM-ന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിലവിലുള്ള AKG സെന്ററിന്റെ എതിർവശത്തായി 31 സെന്റ് സ്ഥലത്താണ് പുതിയ AKG സെന്റർ പണിതത്. നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ നടപടികളാണ് ഇടതുപക്ഷ മുന്നണി ചെയ്തതെന്നും ഏത് ഹീനമായ പ്രചാരണവും നടത്തുന്ന നിലയിലേക്ക് വലതുപക്ഷം അധപതിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയതിലക് സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിലെറിഞ്ഞു കളഞ്ഞെന്ന് പ്രതി അമിത് മൊഴി നൽകിയിരുന്നു. അമിത്തിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്വേഷണത്തിൽ നിർണായകമായ തെളിവാണ് കണ്ടെത്തിയത്. UDF പ്രവേശനം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസുമായും UDF-ഉമായും സഹകരിക്കാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതായി കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. മുന്നണിയിൽ ചർച്ച ചെയ്താകും അന്തിമ തീരുമാനം. അതേസമയം തൃണമൂൽ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് UDF-ന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ PV അൻവർ തള്ളി. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 73ാം ദിവസം. മെയ് 5 മുതൽ ആശാ വർക്കർമാരുടെ സമരയാത്ര ആരംഭിക്കും. മെയ് 1-ന് തലസ്ഥാനത്തെ സമരവേദിയിൽ നിന്ന് സമരയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ജൂൺ 17-ന് തിരികെ സമരവേദിയിലെത്തും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച രാത്രി 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കൊല്ലത്തെ എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കിച്ചേർത്ത പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘത്തെ കയ്യോടെ പിടിച്ച് നാട്ടുകാർ. കൊല്ലം പുതിയകാവ് SMP റോഡരികിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് സംഭവം. എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുന്നത് കണ്ട നാട്ടുകാരനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത് ചെയ്തത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പരിശോധനയിൽ ഉരുക്കിയ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയും കണ്ടെടുത്തു. SNDP യോഗം ഇടുക്കി രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മവിചാരയജ്ഞത്തിന്റെ ഭാഗമായി ദിവ്യജ്യോതി പ്രയാണത്തിന് തുടക്കമായി. മുട്ടുകാട് അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ നയിക്കുന്ന ദിവ്യജ്യോതി പ്രയാണത്തിന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് അബോധതീർത്ഥ സ്വാമികൾ ദീപജ്വാല നിർവഹിച്ചു.
ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് നോട്ടീസ് അയച്ച് എക്സൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം. കാസർകോട് ആനവാതുക്കലിൽ അതിഥി തൊഴിലാളി സുശാന്ത റോയുടെ മരണം കൊലപാതകം. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്ന് ശക്തമായി അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുർക്കിയിലെ വിവിധ മേഖലകളിൽ വൻ ഭൂകമ്പമുണ്ടായതായി റിപ്പോർട്ട്. ഇസ്താംബൂളിലും പരിസര പ്രദേശങ്ങളിലും 6.2 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇസ്താംബൂളിലും സമീപത്തുള്ള മർമര കടലിനടിയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് വിവരം. നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ടുകളില്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ ബെൽജിയൻ കോടതി നിരസിച്ചു. ഡച്ച് ഭാഷയിൽ വാദം കേട്ട 3-അംഗ ബെഞ്ച് വാദങ്ങൾ പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ബെൽജിയത്തിൽ നിന്ന് ചോക്സിയെ പോലീസ് പിടികൂടിയത്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് ഈ തീരുമാനത്തിന് കാരണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ട ഇസ്രായേൽ അത് പിൻവലിച്ചു. ജെറുസലേമിലെ പശ്ചിമ മതിൽ സന്ദർശിച്ച മാർപ്പാപ്പയുടെ ചിത്രമാണ് ഇസ്രായേൽ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത്. പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു. അനുശോചനം പിൻവലിച്ചതിന്റെ കാരണം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഹാർവാർഡ് സർവകലാശാല. $2.2 ബില്യൺ ഫണ്ട് തടഞ്ഞതിനെതിരെയാണ് കേസ്. ഫണ്ടിംഗ് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്നും നടപടി സർക്കാരിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്നും ഹാർവാർഡ് സർവകലാശാല അറിയിച്ചു. US ഭരണകൂടവും ഗൂഗിളും തമ്മിലുള്ള ആന്റി ട്രസ്റ്റ് കേസിന്റെ ഭാഗമായി ഗൂഗിൾ ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ് നിർബന്ധിതരായാൽ ഏറ്റെടുക്കാൻ താൽപ്പര്യമറിയിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓപ്പൺ AI. കേസിലെ വിചാരണയ്ക്കിടെയാണ് ChatGPTയുടെ പ്രൊജക്ട് മേധാവി നിക് ടെർലി ക്രോം ബ്രൗസർ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതെന്നാണ് റിപ്പോർട്ട്. വൈറ്റിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാട്ടർ പാർക്കായ B0 അടുത്ത വ്യാഴാഴ്ച തുറക്കും. വിനോദസഞ്ചാര മേഖലയെ വിപ്ലവകരമായി പരിവർത്തനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഫ്യൂച്ചർ കിഡിന്റെ ഉപസ്ഥാപനമായ അൽ ജസീറ എന്റർടൈൻമെന്റ് പ്രൊജക്ട്സ് കമ്പനി പുതിയ വാട്ടർ സ്ലൈഡുകളിൽ നിർമ്മാണം പൂർത്തിയായതായും വാട്ടർ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും അറിയിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖേന കർഷകരുടെ നെല്ല് കൊണ്ടുപോയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം നൽകാൻ കൂട്ടാക്കാത്ത നടപടിയിൽ വലഞ്ഞ് കർഷകർ. ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില നൽകിയില്ലെന്ന് തൃശൂരിലെ കൊണ്ടാഴിയിലെ കർഷകർ. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാനുള്ള PRS സപ്ലൈകോ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് സ്വീകരിക്കാൻ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കാനറ ബാങ്ക് തയ്യാറാക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 3.5 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. ആസാം സ്വദേശി അസദുൽ ഹക്കിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. ബ്രൗൺ ഷുഗർ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോഷി ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ ദേശീയപാത കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളിലും ട്രാൻസ്ഫോമറും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 5:30 അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിലും ഇടിച്ച ശേഷം മുന്നോട്ടു നീങ്ങി മറ്റൊരു പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്.
ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടയിൽ കാണാതായ പാലക്കാട് ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് കണ്ടെത്തി. അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് കണ്ടെത്തിയത്. ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും 20-ാം തീയതി മുതൽ കാണാതായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചാലിശ്ശേരി പോലീസ് തിരുപ്പതി പോലീസിന് വിവരം നൽകുകയും തിരുപ്പതിയിൽ വെച്ച് മലയാളി കുടുംബം ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. തൃശൂരിൽ കനത്ത മഴയിൽ വീടിനു മുകളിൽ മരക്കൊമ്പ് വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. മണലൂർ മാമ്പുള്ളിയിൽ നാരായണന്റെ വീടിനു മുകളിലേക്കാണ് മരക്കൊമ്പ് അടർന്നു വീണത്. വീടിന്റെ മുകളിലേക്ക് വീണ മരക്കൊമ്പിന്റെ ശിഖരങ്ങൾ ജനൽവാതിലിടിച്ച് ഗ്ലാസ് തകർന്ന് ലളിതയുടെ തലയ്ക്ക് പിൻഭാഗത്ത് പരിക്കേറ്റത്. ഇടുക്കി കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന കുന്തളംപാറ സ്വദേശി കമലമ്മയെയാണ് മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബ വഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. മലപ്പുറം മഞ്ചേരി കോഴിക്കോട്ടുകുന്നിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കല്ലുവെട്ടി പോയിന്റിൽ സ്വദേശി ഷഹാസിനാണ് കുത്തേറ്റത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയവരാണ് ആക്രമണം നടത്തിയത്. പിതാവിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷഹാസിന് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹാസിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ മാരകായുധവുമായി യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5 കത്തികളും കൈമഴവും ഇടിക്കട്ടയും കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ അന്നമനട കീഴഡൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ പൈപ്പ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചതായി പരാതി. കീഴഡൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിത സമൃദ്ധി പൈതൃകക്കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂരിൽ ലഹരിക്കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പിടിയിൽ. പനക്കൊടി സ്വദേശി പ്രണവിനെ കഞ്ചാവ് നൽകിയ കേസിലാണ് കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫിനെ തൃശൂർ പോലീസ് പിടികൂടിയത്. ഡാൻസർ സംഘത്തിന്റെ രഹസ്യാന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അറസ്റ്റിലായ പ്രതിക്ക് ബേക്കൽ, ഇൻഫോ പാർക്ക് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 5ഓളം സമാന കേസുകൾ നിലവിലുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കടം വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. പള്ളിനട സ്വദേശിയായ സൈനബയുടെ പരാതിയിലാണ് ശൃംഗപുരം സ്വദേശിയായ ഷാനുവിനെ റിമാൻഡ് ചെയ്തത്. ഷാനുവിന്റെ പേരിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച, അടിപിടി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 34 ക്രിമിനൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് നൽകുന്നതിന് കനാൽപ്പാലം സ്വദേശിയായ രജീഷിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ കേസിൽ 4 പേർ റിമാൻഡിൽ. കനാൽപ്പാലം സ്വദേശിയായ രജീഷ്, വടക്കേക്കര സ്വദേശികളായ ജിത്ത്, സിബിൻ, സൗമേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റിജേഷിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസുകളുമുണ്ട്. തൃശൂർ ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ പോലീസ് എർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി ഷംഷാദിനെയാണ് ഗുരുവായൂർ സബ് ഡിവിഷൻ ACPയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8-ാം തീയതി പുലർച്ചെയാണ് പ്രതി ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ മോഷണം നടത്തിയത്. മലപ്പുറം മൊറയൂർ ഒഴുക്കൂർ അറഫ മസ്ജിദിൽ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം. പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 3 നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. രാവിലെ സുബഹി നമസ്കാരത്തിനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷ്ടാവ് പണം അപഹരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറഫ മസ്ജിദ് പള്ളി കമ്മിറ്റി കൊണ്ടോട്ടി പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം എടവണ്ണയിൽ റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ തീപിടുത്തം. മമ്പാട് സ്വദേശി അബ്ദുൽ സലാമിന്റെ റാട്ടപ്പുരയിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്.
തിരുവാലി ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും എടവണ്ണ യൂണിറ്റ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 702 റാങ്കിന്റെ തിളക്കവുമായി ആലപ്പുഴ കുട്ടനാട് സ്വദേശിനി. ചമ്പക്കുളം സ്വദേശിനി പി അഞ്ജലിയാണ് സിവിൽ സർവീസ് നേടിയത്. അഞ്ജലിയെ അഭിനന്ദിക്കാൻ സുഹൃത്തുക്കളും അധ്യാപകരും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തുന്നത്. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് PG നേടിയ ശേഷമാണ് സിവിൽ സർവീസ് പഠനത്തിലേക്ക് അഞ്ജലി കടന്നത്. നിലാവ് സാംസ്കാരിക വേദി കർമ്മശ്രേഷ്ഠ പുരസ്കാരം സാമൂഹിക പ്രവർത്തകൻ RM മനാഫിന്. സാംസ്കാരിക വേദിയുടെ 11ാം വാർഷികത്തിന്റെ ഭാഗമായി സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ പ്രവർത്തനത്തിനാണ് പുരസ്കാരം. ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് പ്രൊഫസർ N കൃഷ്ണപിള്ള സ്മാരക ഹാൾ നന്ദാവനത്ത് വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം നൽകും. അതിവേഗ വാർത്ത അവസാനിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം എൻ്റെ പഞ്ചായത്ത് കാണാം.